ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പര നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാർത്തകൾ നിറയാണ് സഞ്ജു സാംസന്റെ പേര് ഒരിക്കൽ കൂടി. അതായത് വരാൻ പോകുന്നത് ബംഗ്ലാദേശിനെതിരെ ഈ ടെസ്റ്റ് 2 ടെസ്റ്റ് മത്സരമാണുള്ളൂ. ഒന്നാമത് അവസാനിച്ചു ചെന്നൈയിൽ, രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മോനി നടക്കാൻ പോകുന്ന 2020 മത്സരമാണ്. അത് 3 മത്സരങ്ങളുണ്ട്. അതിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കുമെന്നുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. അങ്ങനെയാണ് വാർത്തകളെല്ലാം റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മുടെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ബാറ്റ്സ്മാനായിട്ടുള്ള പന്തിന് വിശ്രമം അനുവദിക്കും. കാരണം വരാൻ പോകുന്ന ന്യൂസിലാൻഡുമായിട്ടുള്ള ടെസ്റ്റ് കണക്കിലെടുത്തും അതിനുശേഷം വരുന്ന ഓസ്ട്രേലിയൻ പര്യടനമെടുത്ത് നമുക്ക് പന്തിന് വിശ്രമം അനുവദിക്കുമ്പോൾ സഞ്ജുവിന് സാധ്യത വർദ്ധിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ടാവും സഞ്ജുവിന് ടീമിലേക്കുള്ള ഒരു പ്രാധാന്യവും അല്ലെ പരിഗണനയും നിലവിലെ സാഹചര്യത്തിൽ? ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഋഷഭ് പന്ത് മിന്നുന്ന ഫോമിൽ തുടരുകയാണ്. 1ാം ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചു വന്ന് വീണ്ടും ഇനിയിപ്പോൾ ഒക്ടോബർ 16 ന്യൂസിലാൻഡിൻ്റെ മത്സരം ആരംഭിക്കുകയാണ്. അതിനുശേഷം ഓസ്ട്രേലിയക്കെതിരെയും കളിയുണ്ട്. ഈ 2 പരമ്പരകൾ മുന്നോട്ട് കണ്ടുകൊണ്ട് താരത്തിന് ഒരു വിശ്രമം അനുവദിക്കുന്നത് നിർണായകമായ കാര്യമാണ്. വിശ്രമം അനുവദിക്കും. പന്തിന് മാത്രമല്ല ശുഭ്മാൻ ഗില്ലിനും ജയ്സ്വാളിനും വിശ്രമം അനുവദിക്കുന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ടീമിൽ ഇടം പിടിക്കുക. പന്ത് കഴിഞ്ഞാൽ സഞ്ജു, ഇഷാൻ കിഷൻ, ജിതേഷ് ശർമ്മ ഈ താരങ്ങളാണ് ഇപ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരായിട്ട് ഇന്ത്യൻ ടീമിലുള്ളത്. അതിൽ ഇഷാൻ കിഷൻ്റെ ആണ് രണ്ടാമത് സഞ്ജുവിനോട് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന താരം. പക്ഷേ കുറച്ച് നാളായിട്ട് ഫോമിലല്ല. ടീമിൽ പരിശീലന മത്സരങ്ങളൊക്കെ പേരിൽ ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട താരമാണ് ഇഷാൻ കിഷൻ. ഇപ്പോൾ തിരിച്ചു വരവിലിപ്പം പക്ഷേ ഇറാനി ട്രോഫിക്കുള്ള പരമ്പരയ്ക്കുള്ള ഇറാനി ട്രോഫിക്ക് താരത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 6 തുടങ്ങാൻ പോകുന്ന T20 പരമ്പരയിൽ ഇഷാൻ കിഷൻ കളിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ തന്നെയായിരിക്കും. മറ്റൊരു താരത്തെ കാണുന്നില്ല. സഞ്ജു ഓപ്പണർ ബാറ്റ്സ്മാനായി കളിക്കുന്നത് ഒരു പുതിയ റോളിൽ കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് നമുക്കങ്ങ് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളും വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ, ജയ്സ്വാളിനും ഗില്ലിനും വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ ഓപ്പണറായിട്ട് സഞ്ജു സാംസൺ തന്നെ എത്തിയേക്കാം. സ്ഥാനക്കയറ്റം കിട്ടി സഞ്ജു സാംസൺ തന്നെ വന്നേക്കാം. ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് സഞ്ജു കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഇപ്പോൾ 1-2 ദിവസത്തിന് ടീമിനെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ പന്ത് ഇപ്പം മിന്നുന്ന ഫോമിൽ നിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പം പന്തിൻ്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ കൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. പക്ഷേ ഈ ബംഗ്ലാദേശിനുള്ള മത്സരത്തിൽ പോലും അദ്ദേഹം സെഞ്ചുറി അടിക്കുകയുണ്ടായി. ഇനി ഇന്ത്യയുടെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പറായിട്ട് പന്ത് മാത്രമായിരിക്കും. സംശയമൊന്നുമില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് സഞ്ജുവിന് നമുക്കൊരു സാധ്യത മുന്നിലുള്ളത്. കാരണം വെച്ചാൽ ഇന്ത്യക്ക് ഇനി വരാൻ പോകുന്ന നിരവധി 2020 മത്സരങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരം തുടർച്ചയായിട്ട് പുള്ളി ഡെക്കാണ്. അതിനുശേഷം ദിലീപ് ട്രോഫിയിൽ സെഞ്ചുറി അടിക്കുന്നു. അതിനുശേഷം ഒരു അടുത്ത ഇന്നിങ്സ് വീണ്ടും കാഴ്ചവെക്കുന്നു. അതിനുശേഷമാണ് സെക്ടർമാരുടെ ശ്രദ്ധയിലേക്ക് സഞ്ജു വീണ്ടും വരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനുള്ള 2020 മത്സരത്തിനുള്ള ടീമിന്റെ പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. സഞ്ജുവിന്റെ സാധ്യതകൾ സജീവമാകുന്നു. ഈ പന്ത് ഒരു വശത്ത് നിൽക്കുകയും 1ാം വിക്കറ്റ് കീപ്പറായി നിൽക്കുകയും മറുവശത്ത് സഞ്ജു ഉണ്ട്. അപ്പോൾ സഞ്ജുവിന് ബദലായിട്ട് നമ്മുടെ ഇഷാനെ പോലുള്ള താരങ്ങളുണ്ട്. അപ്പം ഈ വരാൻ പോകുന്ന 2020 മത്സരത്തിൽ സഞ്ജുവിന് ഏറ്റവും ക്രൂഷ്യലായിരിക്കും. സഞ്ജുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ മത്സരവും നിർണായകമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം സഞ്ജുവിൻ്റെ കരിയറിലോളം നോക്കിയാൽ ഒരു വലിയ ഇന്നിങ്സ് കളിച്ചാലും ഇപ്പം സെഞ്ചുറി അടിച്ച ശേഷം അതിനുശേഷം നടക്കുന്ന എത്രയോ മത്സരങ്ങൾ താരത്തിന് അവസരം കിട്ടുന്നില്ല. മികച്ച പ്രകടനം നടത്തിയാലും സഞ്ജുവിന് വീണ്ടും അവസരങ്ങളൊക്കെ കാത്തിരിക്കേണ്ടിരുന്ന അവസ്ഥയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വരുന്ന ബംഗ്ലാദേശിനെതിരെ T20 മത്സരം സഞ്ജു അവസരം കിട്ടുകയാണെങ്കിൽ ഇത് അദ്ദേഹത്തിന് എത്രത്തോളം പ്രൂവ് ചെയ്യണമെന്നുള്ളതിൽ നമുക്ക് സംശയമാണ്. കാരണം എത്ര ചെയ്താലും ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ഋഷഭ് പന്ത് ഇന്ത്യയുടെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തന്നെയാണ്. അത് 3 ഫോർമാറ്റിലും അതിലൊരു മാറ്റമില്ല. ഇപ്പം പരിക്കിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം T20 ലോകകപ്പിലും അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റിലും എല്ലാം പന്ത് തൻ്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്ത് അവസരങ്ങൾ വിനിയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് സഞ്ജുവിനെ ഒരു ഓപ്ഷൻ 2ാം ഓപ്ഷനായിട്ട് മാത്രമേ സെലക്ടർമാർ കാണുകയുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ IPL മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് സഞ്ജു T20 ലോകകപ്പ് ടീമിലേക്ക് ഇടന്നിടുന്നത്. T20 ലോകകപ്പ് ടീമിൽ ഇടന്നിടുമ്പോൾ ഒരുപക്ഷെ പന്തിനേക്കാൾ മികച്ച ഫോമിലായിരുന്നു IPL സഞ്ജു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പറാണെന്ന് നമ്മൾ കരുതി. പക്ഷേ ആയില്ല. ഒറ്റ അവസരം പോലും T20 ലോകകപ്പിൽ കളിക്കാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ശ്രീലങ്കയ്ക്കെതിരെ പര്യടനത്തിലേക്ക് സഞ്ജുവിന് അവസരം കിട്ടുന്നത്. സഞ്ജുവിനോട് വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തുന്നു. 2 മത്സരങ്ങളിലും ഡക്കായി പോകുന്നു. അവിടെ നിർഭാഗ്യം സഞ്ജുവിന് വേട്ടയാടി. പക്ഷേ വീണ്ടും ഇപ്പോൾ ഇനി വീണ്ടും ഒരു അവസരം കിട്ടുമ്പോൾ വീണ്ടും പന്ത് മാറി നിൽക്കുന്ന ഒരു അവസരത്തിലേക്ക് സഞ്ജുവിന് വീണ്ടും ഒരു അവസരം തെളിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുമ്പോൾ സഞ്ജുവിന് പന്തിനേക്കാൾ മുന്നേ അന്താരാഷ്ട്ര അരങ്ങേറ്റമൊക്കെ നടത്തിയ താരമാണ് സഞ്ജു. എന്നിട്ട് സഞ്ജുവിന് കിട്ടിയ അവസരങ്ങളും പന്തിന് കിട്ടിയ അവസരങ്ങളും നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാൻ വേണ്ടി അത് 2 താരങ്ങളെയും വെച്ച് നോക്കുമ്പോൾ താരതമ്യത്തിന് യാതൊരു താരതമ്യം ചെയ്യാൻ തന്നെ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിലുള്ളത്. അപ്പം പന്തിന് നമ്മൾ പറഞ്ഞല്ലേ സഞ്ജുവിന് എല്ലാ മത്സരങ്ങളും ക്രൂഷ്യലാണ്. അപ്പോൾ ബംഗ്ലാദേശിനെ പറയുമ്പോൾ ടീമിൽ ഇടം നേടിയാൽ അതും ക്രൂഷ്യലായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഇന്ത്യയുടെ
ടോപ്പ് ഓർഡറിൽ ധാരാളം താരങ്ങൾ ഫോമിൽ കളിക്കുന്ന സമയമാണ്. അപ്പോൾ ഓപ്പണർ റോളിലും അതേ തന്നെ ഇപ്പം ജയ്സ്വാൾ ആയാലും ഗില്ലായാലും ഋതുരാജ് ആയാലും ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വരുന്ന സീരീസിൽ ഓപ്പണറായിട്ടാണ് സഞ്ജുവിന് പരിഗണന ലഭിക്കുന്നതെങ്കിൽ അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഓപ്പണർ റോളിലേക്ക് കൂടി ഒരു വെല്ലുവിളി ഉയർത്തുവാൻ വേണ്ടി മാത്രമേ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കൂടി ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒരു അവകാശം ഉന്നയിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞേക്കാം. ടീം സെലക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ക്രൂഷ്യലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹ്ലിയും രോഹിത് ശർമ്മയില്ല. ഇപ്പോൾ നമ്മുടെ സൂര്യകുമാർ ജഡേജ വിരമിച്ചു, സൂര്യകുമാറാണ് ക്യാപ്റ്റൻ. അപ്പോൾ ഈ ഇവൻ തിരിച്ചു വരുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ തിരിച്ചു വരും. അപ്പോൾ നമ്മളൊരു ഓപ്പണിങ്ങിലോട്ടൊരു സംശയം വരുന്നത് വെച്ചാൽ ആരാകും എന്നുള്ളതാണ്. കാരണം ഗില്ലില്ല. ഗില്ല് ന്യൂസിലാൻഡുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പര മുന്നിൽ കണ്ട് ഗില്ല് ഉണ്ടാവില്ല. ആ സാഹചര്യത്തിൽ ജയ്സ്വാൾ ഉണ്ടാവില്ല. ഗില്ലും ജയ്സ്വാളാണ് സാധ്യത ഉണ്ടായത്. അവർ രണ്ടുപേരും ശ്രമം കൊടുക്കാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ വേണേൽ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ആരൊക്കെ ആയിരിക്കും ഓപ്പണർ ആവുക? ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ് സഞ്ജു സാംസൺ തന്നെയാണ് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സഞ്ജുവിനൊപ്പം വരേണ്ട താരം ഋതുരാജ് ഗെയ്ക്വാദാണ്. പക്ഷേ ഋതുരാജ് ആദ്യ മത്സരത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ജയ്സ്വാൾ ആദ്യ മത്സരം കളിക്കാനുള്ള സാധ്യത ഉണ്ടാവും. ആദ്യ മത്സരത്തിലുള്ള ടീമിൽ മാത്രം ജയ്സ്വാളിനെ ഉൾപ്പെടുത്തിയേക്കും എന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അത് എങ്ങനെയാണെന്ന് അറിയില്ല. ജയ്സ്വാളിന് പൂർണ്ണമായി വിശ്രമം കൊടുക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയായിരിക്കും ആ റോളിലേക്ക് വരിക. അപ്പോൾ അഭിഷേക് ശർമ്മയും സഞ്ജു ആയിരിക്കും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. രണ്ടാം മത്സരത്തോട്ട് ഋതുരാജ് ഗെയ്ക്വാദും സഞ്ജുവിനും ഓപ്ഷൻ ഭാഗ്യം ലഭിക്കും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ. നേരെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിട്ട് എത്തും. പിന്നെ ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തുന്നുണ്ട്. ശിവൻ ദുബെ ഉണ്ടാവാം. ഇവരൊക്കെ വീണ്ടും തിരിച്ചു വരുന്ന മത്സരം കൂടിയാണ്. ബോളിംഗ് നിരയിലേക്ക് വരുമ്പം ബൂംറക്കും വിശ്രമം അനുവദിക്കുന്നതാണ്. അപ്പോൾ ഹർഷദീപ് സിംഗ് ആയിരിക്കും പേസ് ആക്രമണം നയിക്കുക. വിക്കറ്റ് കീപ്പറിൽ സഞ്ജു ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്. രണ്ടാമതായിട്ട് ജിതേഷ് ശർമ്മയും ടീമിൽ ഇടം പിടിക്കാനാണ് സാധ്യത കാണുന്നത്.